ഹായ്, കിങ്ങിണിയാണ്. ഇന്ന് വന്നിട്ടുള്ള ലൈവ് അങ്ങനെ ഒരു ലൈവ് സ്റ്റാർട്ടിങ് ലൈവ് അങ്ങനെ ഏറ്റവും നല്ലൊരു ലൈവാക്കി എടുത്ത് മാറ്റാൻ പറ്റും. അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഭവമുള്ളൂ. അതായത് നമുക്ക് ഒരുപാട് യൂട്യൂബിൻ്റെ നമുക്ക് മുകളിൽ വ്യൂസും 4, 5, 10, 20, 35, 40 ഒക്കെ കാണിക്കും. പക്ഷേ ആ യൂട്യൂബിൻ്റെ മുകളിൽ എത്ര വ്യൂസ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും അത് യൂട്യൂബിന് മാത്രം അറിയുന്ന സത്യമാണ്. നമ്മൾ താഴത്ത് എങ്ങനെ ആക്റ്റീവ് ആവുന്നുണ്ടോ അതനുസരിച്ച് മുകളിൽ ആൾക്കാർ താഴത്ത് ഇറങ്ങുള്ളൂ. നമ്മൾ മാക്സിമം എന്താ പറയുക, മാക്സിമം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, ഞാനൊന്നും പറയില്ല. പിന്നെ നിങ്ങൾ മാക്സിമം വോയിസ് ഫേസിൽ കണ്ട് വോയിസ് ചെയ്യാൻ ശ്രമിക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ വീഡിയോസ് ഫേസ് കാണിച്ച് അതിൽ വീഡിയോസ് ഇടണം. അല്ല വെറും ഫേസില്ലാത്ത വീഡിയോസ് മാത്രമല്ല. ഞാൻ പറയാം, ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കാൻ വരെ ചെയ്യുന്നുണ്ടാ, മനസ്സിലാക്കണം. അതായത് നമ്മളൊരു വീഡിയോസ് ഉണ്ട്, നമ്മൾ ലൈവ് ചെയ്യേണ്ടത്, നമ്മൾ ആ വോയിസും കാര്യങ്ങളൊക്കെ ഒരു യൂട്യൂബ് പോലും സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിൽ താഴത്ത് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ കൂടി നിങ്ങൾ മുകളിൽ നിന്ന് താഴത്ത് ആൾക്കാരെ ഇറക്കാനുള്ളത് കഴിവ് അത് നിങ്ങൾക്കാണ്. ഈ ലൈവ് ചെയ്യുന്ന ആൾക്കാണുള്ളത്. അത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താം. ആ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ലൈവ് എന്ന് പറഞ്ഞാൽ ഈ ലൈവ് നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ലൈവിൽ നിന്നുള്ള മുകളിലുള്ള ആൾക്കാർ താഴെ ഇറങ്ങണത്. ആ താഴത്ത് ഇറങ്ങിയ ആൾക്കാർക്കും പാടി ഒരു ഉപകാരമുള്ള രൂപത്തിൽ നിങ്ങളെ ലൈവാക്കിയെടുക്കണം. അതായത് താഴത്ത് ഓല് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു സബും ഒരു ലൈക്കും തന്നു കഴിഞ്ഞാൽ ഓൽക്ക് ഒരു 1-2 സബ് ഇതിന്ന് കിട്ടുന്ന രൂപത്തിലാക്കാം. ഓലെക്കൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് 1-2 സബുകൾ കൊടുക്കുന്ന രൂപത്തിൽ മറ്റുള്ള ആൾക്കാരെ പുതിയ ഫ്രണ്ട്സ് കിട്ടുന്ന രൂപത്തിലാക്കാം. പക്ഷേ നിങ്ങൾ വിചാരിക്കും ആ ഫ്രണ്ട്സുകൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഫ്രണ്ട്സുകളെ കൂട്ടാക്കി ഓല അങ്ങോട്ട് പോകുമല്ലോ. പക്ഷേ യൂട്യൂബല്ലേ, അതിനെക്കാട്ടി കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് തരും. ഇനിയും ഒരുപാട് ആൾക്കാരെ പുതിയത് യൂട്യൂബ് തരും. അപ്പോൾ നിങ്ങൾ നോക്കണ്ട, യൂട്യൂബ് പുതിയ ആൾക്കാരെ നിങ്ങൾക്ക് തരും. നിങ്ങൾ ആ ആൾക്കാരെ നിങ്ങൾ മാക്സിമം ഉപയോഗിച്ച് തരുന്നതെല്ലാം ഞാൻ പറയാം, നമ്മൾക്ക് ആ മാക്സിമം യൂട്യൂബ് നമ്മളോട് വർക്ക് ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ നമ്മളാണ് യൂട്യൂബിനോട് നിന്ന് കൊടുക്കാത്തത്. നമ്മൾ 70% യൂട്യൂബ് നിന്നാൽ പോലും നമ്മൾ ഒരു 30% നമ്മൾ നിൽക്കാൻ ശ്രമിക്കില്ല. നമുക്ക് എപ്പോഴും പേടിയാണ്, നമുക്ക് ഓരോന്നിനെ പറ്റിയും പേടിയാണ്. ഈ ലൈവ് നമ്മളിത് പറഞ്ഞെന്തോ അത് പറഞ്ഞു മറ്റുള്ളവർ പറയുന്നത് നോക്കണം. ഓരോരുത്തരും അല്ലേ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് പലതും പറയാൻ ആൾക്കാരുണ്ട്. പല ബാഡ് മെസ്സേജുകളൊക്കെ വരും. ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചാനൽ ഒരു ലൈവ് ചെയ്ത് വാച്ച് ഓവറാക്കാൻ വെച്ചാൽ ഒരു ലൈവ് ചെയ്യാണ്, അതിൽ പല മെസ്സേജുകൾ വരും, ബാഡ് മെസ്സേജുകൾ വരും, എല്ലാം വരും. നമ്മൾ അതിനായിട്ട് ഒരുങ്ങിയായിട്ട് മുണ്ടും മടക്കി കുത്തിയായിട്ട് ഇറങ്ങിപ്പോകണം. അതൊക്കെ വരും. നമ്മൾ ലൈവ് ചെയ്യണം മുമ്പ് തന്നെ ആയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ബാഡ് മെസ്സേജ് ഒക്കെ വരാനുള്ളതാണ്. അതൊക്കെ ലൈവുകളിൽ വരാനുള്ളതാണ്. അത് നമ്മളനുസരിച്ച് അതൊക്കെ വരും എന്നൊരു പ്രതീക്ഷയോടെ ചെയ്യുക, ലൈവ് ചെയ്യുക. പിന്നെ ഒരൊറ്റ ദിവസം ഇത്രയും ബാഡ് മെസ്സേജുകളൊക്കെ വരുമ്പോൾ നമ്മൾ മാനസികമായി ഒരിക്കലും തളർന്നു പോകരുത്. ഇതൊക്കെ സ്വാഭാവികമായി ലൈവുകളിലും ചാനലിലും എല്ലാ ചാനലുകളും വരണം. ഒരു ബാഡ് മെസ്സേജും ഇല്ലാത്ത ഒരു ചാനൽ പോലും ഉണ്ടാവില്ല. എല്ലാ ലൈവുകളിലും ബാഡ് മെസ്സേജ് വരും. അതൊന്നും നിങ്ങൾ നോക്കട്ടെ, അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. അതിന് ഡബിൾ ശക്തിയായിട്ട് തിരിച്ചു വരാം. നമ്മളെ തളർത്താൻ ഒരുപാട് പേർക്ക് ആൾക്കാരുണ്ടാവും. നമ്മൾ നന്നായി കാണാൻ ഒരാൾ പോലും ആഗ്രഹിക്കുന്നില്ല. കുറച്ച് ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മൾ നല്ലതെന്ന് കാണാൻ ഒരാൾ ആഗ്രഹിക്കില്ല. നമ്മൾ ഉള്ള ഒരേമാതിരി നിൽക്കണം എന്നുള്ള എപ്പോഴും ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അതുകൊള്ള തോൽപ്പിച്ച ആൾക്കാരെ മുമ്പിൽ നിങ്ങൾ ജയിച്ച് കാണിച്ചു കൊടുക്കുക എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ചാനൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുത്. ഞാൻ പറയാം, ഒരുപാട് വ്യൂസ് വെട്ടിക്കുറച്ചിട്ടാണ് നമുക്ക് ഈ ലൈവിൻ്റെ ഓപ്ഷൻ യൂട്യൂബ് തന്നത്. അത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. കളിയും ചീനികളൊക്കെ ഒഴിവാക്കി ഈ ചാനലിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ 100% യൂട്യൂബ് റിസൾട്ട് തരും. അത് ഗ്യാരണ്ടിയാണ്. അത് തരുന്നുള്ള ഗ്യാരണ്ടിയാണ് എൻ്റെ ചാനൽ. ഞാൻ പറഞ്ഞ ഈ ഒരു സപ്പോർട്ടിങ് ചാനലാണ് കൂടി. ഇത്രയും സപ്പോർട്ട് നല്ല രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, സബിൻ്റെ എണ്ണം നോക്കിയിട്ടില്ല ഞാൻ വളർച്ച എന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ വന്ന് ഇതിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം യൂട്യൂബിനോട് നിന്ന് യൂട്യൂബ് അതിൽ ഉപരി എന്നോട് നിന്നിട്ട് മാത്രം. അല്ലാണ്ട് എനിക്ക് ഈ ഇത്രയും മെസ്സേജുകളൊക്കെ എനിക്ക് ശരിക്കും ഞാനൊക്കെ സംബന്ധിച്ചോളം മനസ്സിലാക്കി യൂട്യൂബ് ഒരുപാട് നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർക്ക് മറ്റേ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് പ്രൊമോഷൻ തന്നാൽ പോലും എനിക്കറിയാം യൂട്യൂബിന് മനസ്സിലായിട്ടുണ്ട്. എന്താ പറയുക, എനിക്ക് ആ പ്രൊമോഷൻ തന്നാൽ പോലും എനിക്ക് ഈ മെസ്സേജ് വായിച്ച് തീർക്കാൻ കഴിയില്ലാന്ന്. ഇതുവരെ മോണിറ്റേഷൻ വരെ എനിക്ക് ഈ പ്രൊമോഷൻ്റെ സാധനം തന്നിട്ടില്ല. പക്ഷെ തരുമായിരിക്കും, അത് ഏത് ചാനലിലും തരായിരിക്കുമല്ലോ. പക്ഷേ എനിക്ക് അതുപോലും യൂട്യൂബ് നമുക്ക് കറക്റ്റ് ക്ലിയർ ചെയ്ത് നമ്മളെ കൂടെ നിന്നുതരാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാക്സിമം യൂട്യൂബിൻ്റെ അടുത്തേക്ക് നിൽക്കുക. യൂട്യൂബ് കട്ടക്ക് റിസൾട്ട് തരും. പിന്നെ അതേമാതിരി പറയാനുള്ളത് മാക്സിമം അത് നിങ്ങളെ ലൈവാക്കി എടുക്കാൻ പറ്റും. മോഡറേറ്റ് കൊടുത്തിട്ടും മോളെ കൂടെ നിർത്തിയിട്ടും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അത് കൊടുത്തിട്ട് മോഡറേറ്റ് കൊടുത്തിട്ട് നിങ്ങളെ കൂടെ എടുത്ത് മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ബ്ലൂ അത് കൊടുത്തിട്ട് നിങ്ങളെ കൂടെ അത് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ ചാനലിൽ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ അത് കൊടുക്കാതെ നിങ്ങൾക്ക് ബ്ലൂ ലൈവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊന്നും ഞാൻ പറയില്ല, നിങ്ങൾക്ക് സ്വന്തം റിസ്കിൽ ചെയ്യുക. അങ്ങനെ ചെയ്യേണ്ടെന്ന് യൂട്യൂബ് പറഞ്ഞില്ല, അതും 100% ഗ്യാരണ്ടി. അത് നിങ്ങളെ സ്വയം റിസ്കിൽ മാത്രം അയക്കണം. പിന്നെ എപ്പോഴും റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളെ കൂടെ കട്ടൊക്കെ കൂടെ നിൽക്കും. അത് 100% ഗ്യാരണ്ടി. അതിലൊരു മാറ്റം വേണ്ട. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാം.
ബൈ.